എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗാർലിക് ചമ്മന്തിപ്പൊടി വീടുകളിൽ തയ്യാറാക്കി എടുക്കുന്നതാണ്. ഇതുപോലൊരു ചമ്മന്തിപ്പൊടി തയ്യാറാക്കി വെക്കുവാണെങ്കിൽ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ജോലി ഭാരം കുറയ്ക്കാനും ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കൊളസ്ട്രോളും ഷുഗറൊക്കെ ഉള്ള ആൾക്കാർക്കും തേങ്ങാ ചട്നിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതുപോലൊരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി അവർക്ക് കൊടുക്കുവാണെങ്കിൽ അവരുടെ ശരീരാരോഗ്യം നിലനിർത്താനും വെളുത്തുള്ളി നിത്യവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും സാധിക്കും. ഈ ഒരു ചമ്മന്തിപ്പൊടി കൂട്ടി ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നോക്കിയാലോ എങ്ങനെയാണ് വളരെ രുചികരമായിട്ട് ഗാർലിക് ചട്നിപ്പൊടി നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കല്ലേ. ഇനി നമുക്ക് ഗാർലിക് ചമ്മന്തിപ്പൊടി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 150 ഗ്രാം അളവില് വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെളുത്തുള്ളി നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് കുത്തി ചതച്ചെടുത്തിട്ട് വരാം. ചതച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് മുറിയിച്ചെടുക്കേണ്ടതാണ്. നിങ്ങൾക്കിപ്പോൾ തോല് കളഞ്ഞൊക്കെ എടുക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ തോലൊന്നും കളയാതെയാണ് ചമ്മന്തിപ്പൊടി തയ്യാറാക്കാൻ പോകുന്നത്. ഇനി ഞാനിത് കഴുകി ഒന്ന് കുത്തി ചതച്ചെടുത്തിട്ട് വരട്ടെ. അങ്ങനെ ഞാനിവിടെ വെളുത്തുള്ളി എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചതച്ച വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നല്ലെണ്ണയും എടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായ വറ്റൽമുളക് ചേർത്തൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു 25 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വറ്റൽമുളക് നല്ലോണം ഒന്ന് മുരിയിച്ച് മാറ്റാം. ഫ്രൈ ചെയ്തെടുക്കുന്ന ചേരുവകൾ നല്ലോണം ഒന്ന് കഴുകി വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷമായിരിക്കണം എടുക്കേണ്ടത്. നിങ്ങൾക്ക് കൂടുതൽ അളവിൽ മുളക് ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ നമ്മുടെ ഈ ഒരു എടുത്തിട്ടുള്ള ചേരുവകൾക്കനുസരിച്ചാണ് മുളക് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ മുളകിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. കൂടുതൽ മൂപ്പായി കഴിഞ്ഞാൽ മുളക് കരിഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് കറുപ്പ് കളറിലേക്കൊന്ന് ആയി വരുമ്പോഴേക്കും മുളക് കോരി മാറ്റാം. മുളക് ഇതുപോലെയാണ് വറുത്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് നമ്മൾ ചതച്ച വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മുറിയിച്ചെടുക്കാം. കൂടുതൽ കാലം നമുക്ക് ഈ ചമ്മന്തിപ്പൊടി സൂക്ഷിക്കണമെങ്കിൽ നിങ്ങൾ വറുത്തെടുക്കുന്നത് നല്ലെണ്ണയിലായിരിക്കണം. ഞാനിപ്പോൾ കുറഞ്ഞ അളവിലാണ് ഗാർലിക് ചട്നിപ്പൊടി തയ്യാറാക്കുന്നത്. ഇനി മുരിയിച്ചെടുക്കുന്ന വെളുത്തുള്ളിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി എളുപ്പത്തിൽ ഒന്ന് മുരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പും ചേർത്ത് വെളുത്തുള്ളി ഒന്ന് മുരിഞ്ഞ് വരട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ വെളുത്തുള്ളി നല്ലോണം തന്നെ മുരിവായി വന്നിട്ടുണ്ട്. ഇതുപോലൊരു കളറായാൽ പിന്നെ നമുക്ക് മുരിഞ്ഞു വന്നിട്ടുള്ള വെളുത്തുള്ളി കോരി മാറ്റാം. മുളക് വറുത്ത് മാറ്റിയിട്ടുള്ള ഈ ഒരു പാത്രത്തിലേക്ക് തന്നെയാണ് മാറ്റുന്നത്. അങ്ങനെ വെളുത്തുള്ളിയും ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലെ ഇതേ പാനിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് 2.5 ടേബിൾ സ്പൂൺ അളവില് മല്ലി ചേർക്കാം. മല്ലി ചേർത്ത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. മല്ലി ഇപ്പോൾ മൂപ്പായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ മല്ലിയും കോരി മാറ്റാം. മല്ലിയും വറുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പ് ചേർക്കാം. ഇതിന്റെ കൂടെ തന്നെ 2.5 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ കടലപ്പരിപ്പ് കൂടെ ചേർക്കാം. വീണ്ടും ഇതൊന്നുകൂടെ മുരിയിച്ചെടുക്കാം. ഇനി വറുത്തെടുക്കുന്ന ഈ ഒരു ഉഴുന്നിലേക്ക് ഇതുപോലൊരു ചെറിയ കായം ഒന്ന് ചെറുതായിട്ട് കീറി ഇതിലേക്ക് ചേർക്കാം. നിങ്ങളുടെ കൈവശം കട്ടക്കായ ഇല്ലെങ്കിൽ കായപ്പൊടി എടുക്കാവുന്നതാണ് കേട്ടോ. വീണ്ടും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് മുരിയിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉഴുന്നുപരിപ്പൊക്കെ ഒന്ന് മുരിവായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 2-3 തണ്ട് കറിവേപ്പില കൂടെ ചേർക്കാം. ഇതെല്ലാം മൂപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് വറുത്തെടുക്കണം. ഒരു ഗോൾഡൻ കളറായി വരുമ്പോഴേക്കും നമുക്ക് ഇതെല്ലാം ഒന്ന് കോരി മാറ്റാം. എല്ലാം നല്ലപോലെ തന്നെ മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇതുപോലെ ഒരു കഷ്ണം വാളൻ പുളി കൂടെ ചേർക്കാം. ഒന്നുകൂടെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂട്ടി ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു ചട്ടിയുടെ ചൂടിലിട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അതിനുശേഷം ചൂടാറി വരുമ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊന്ന് പൊടിച്ചുകൂടി എടുക്കണം. അങ്ങനെ നമ്മുടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചേരുവകളൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. നമുക്ക് ഉണങ്ങിയെടുത്തിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കേണ്ടത്. ഓവറായിട്ട് പൊടിഞ്ഞ രീതിയിലേക്ക് നമ്മൾ പൊടിച്ചെടുക്കരുത്. ഇനി നമുക്ക് ഉണങ്ങിയ ഒരു മിക്സിയുടെ ജാറിലേക്ക് പൊടിച്ചെടുക്കാനായിട്ട് മാറ്റാം.
ഇതുപോലെയാണ് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി പൊടിച്ചെടുത്തിട്ടുള്ളത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ എല്ലാ ചമ്മന്തിപ്പൊടിയും ഞാനിവിടെ പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിന്റെ ചൂടാറി വരുമ്പോഴേക്കും ഒരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഇനിയിപ്പോ ദോശ, ഇഡ്ഡലി അങ്ങനെ ഇതിന്റെ കൂടെയും വളരെ രുചികരമായിട്ട് തന്നെ കഴിക്കാൻ പറ്റിയ ഈ ഒരു വെളുത്തുള്ളി ചമ്മന്തിപ്പൊടി എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പൊടിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുവാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.